ഇങ്ങനെ പിൽ റോളിംഗ് മൂവ്മെന്റ് എന്ന് പറയും. ഈ തള്ളവിരലും ഈ വിരലും വെച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു ഇലക്ട്രോഡ് ഇറക്കിയിട്ടതിന് ശേഷം അതിലൊരു ബാറ്ററി വെച്ച് വൈദ്യുതി മുഖാന്തരം ഉത്തേജിപ്പിക്കുന്ന ഒരു ഷാപ്പാവും. ബ്രെയിൻ ഗെയിംസ് നല്ലതാണ്. പസിൽസ് എല്ലാം കളിപ്പിക്കുക, ക്രോസ് വേർഡ്സ് കളിപ്പിക്കുക, സുഡോക്കോ അല്ലെങ്കിൽ ചില ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവം ചെറുതായിട്ടൊന്ന് വിറച്ചു തുടങ്ങിയാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നെർവിന് എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ പാർക്കിൻസോണിസം ആണോ എന്നുള്ളത്. ഇപ്പോൾ പാർക്കിൻസോണിസം എന്നുള്ളൊരു അസുഖം വളരെയധികം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും, അതായത് പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകളിലെല്ലാം പാർക്കിൻസോണിസം ഉണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബോക്സറായിട്ടുള്ള മുഹമ്മദ് അലിക്ക് പാർക്കിൻസോണിസം വന്ന സമയത്ത് അദ്ദേഹം നടന്ന സ്റ്റെപ്പുകളൊക്കെ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നവരാണ്. വളരെ ഷോർട്ട് സ്റ്റെപ്പുകളാണ്. അതുപോലെ കൈയൊക്കെ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ എന്താണ് പാർക്കിൻസോണിസം എന്നും എന്താണ് അതിൻ്റെ കാരണമെന്നും എങ്ങനെ ഇത് പരിഹരിക്കാം, എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ പ്രിവെൻഷൻ, വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും, ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഈ ഒരു അസുഖവും കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തലച്ചോറിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്നുള്ളൊരു ഭാഗമുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ അസുഖത്തിൻ്റെ കാര്യം. അവിടെ ഡോപ്പമിൻ എന്നുള്ള രാസപദാർത്ഥം വളരെയധികം കുറവ് വരുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പാർക്കിൻസോണിസം. ഈ ഡോപ്പമിൻ എന്ന രാസപദാർത്ഥം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചലനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ്. ആ ചലനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഈ ഭാഗത്തിനെ നമ്മൾ ബേസൽ ഗാംഗ്ലിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഈ പാർക്കിൻസോണിസം വരുന്ന വ്യക്തികൾക്ക് ചലനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ കാരണം ഈ ഒരു റീസണാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഷോർട്ട് ഗേറ്റ് ആയിരിക്കും. അത് നടക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തേ നടക്കുള്ളൂ. 1,00,000 ആളുകൾ എടുക്കുവാണെങ്കിൽ 20 ആളുകൾക്ക് വെച്ച് ഇപ്പോൾ പാർക്കിൻസോണിസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇൻഡസ്ട്രി ഒത്തിരിയുള്ള സ്ഥലങ്ങളിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു കാരണം ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ പറയപ്പെടുന്നത് ജനിതകമായ ഘടനകളാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം. രണ്ടാമതായിട്ട് ഈ ഇൻഡസ്ട്രി കൂടുതലുള്ള സ്ഥലങ്ങളിൽ, പൊല്യൂഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലും, അതുപോലെ ഈ ഹെർബിസൈഡും പെസ്റ്റിസൈഡ്സും ധാരാളം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ അസുഖം പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പെസ്റ്റിസൈഡ്സും അതുപോലെ ഇതുപോലുള്ള ഈ വിഷപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പരിസ്ഥിതി മലിനീകരണം ഈ ഒരു അസുഖവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗം ഒത്തിരി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് പാർക്കിൻസോണിസം കുട്ടികളിൽ വരെ കാണുന്നത്. അത് വളരെ റെയറാണ്, എന്നാലും അവരിൽ പോലും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് അലിക്കൊക്കെ ഉണ്ടായത് ഇടയ്ക്കിടയ്ക്ക് ഹെഡിൽ ഇങ്ങനെ ഇടി കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലും ഇങ്ങനെ വരാം. ഇപ്പം ബോക്സറല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് തലയിൽ ഇങ്ങനെ തട്ട് കിട്ടിക്കൊണ്ടിരുന്നാലും വളരെ റെയറായിട്ട് ഇങ്ങനെ അസുഖം വരാം. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. അതായത് ആൻറ്റി എമറ്റിക്, അതായത് ഛർദ്ദിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ലോങ്ങറായിട്ട് കഴിക്കുകയാണ്. അല്ല ആൻറ്റി സൈക്കോട്ടിക്, അതായത് നമുക്ക് ചെറിയ വട്ട് അല്ലെങ്കിൽ ഭ്രാന്തായിട്ടുള്ള അസുഖമുള്ളവർക്ക് കഴിക്കുന്ന മരുന്നാണ്. ആ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി നാൾ കഴിച്ചു കഴിഞ്ഞാലും ചില ആളുകളിൽ ഈ അസുഖം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പാർക്കിൻസോണിസിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്രയും കാരണങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതാർക്കാണ് കൂടുതൽ അഫക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ പുരുഷന്മാരിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. 50 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 വയസ്സിന് താഴോട്ടുള്ളവർക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രായം കൂടുതൽ പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ടും ഈ രോഗം കൂടുതലായിട്ടും കാണുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? 4 ക്ലാസിക്കലായിട്ടുള്ളത്. അത് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വിശ്രമാവസ്ഥയിലും വിറയലുണ്ടാകുന്നു. അതിന് നമ്മൾ റെസ്റ്റിംഗ് ട്രെമർ എന്ന് വിളിക്കും. ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സാധാരണ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇത് ഒരു വശത്തെ കൈയിലോ കാലിലോ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ട്രെമേഴ്സ് തുടങ്ങും, ഇങ്ങനെ ആടി തുടങ്ങും. അതിനുശേഷം അത് മറുവശത്തോട്ട് പോവാം, അല്ലെങ്കിൽ ഒരു സൈഡ് മൊത്തമായിട്ട് വരാം. രോഗി ഗുളിക ഇങ്ങനെ ഉരുട്ടുന്നത് പോലെ ഇങ്ങനെ പിൽ റോളിംഗ് മൂവ്മെന്റ് എന്ന് പറയും. ഈ തള്ളവിരലും ഈ വിരലും വെച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു സിംറ്റമാണ്. രണ്ടാമത്തത് പ്രവർത്തന മന്ദത, അതായത് ബ്രാഡികൈനസിയ എന്ന് പറയും. ഈ പാർക്കിൻസോണിസം വന്ന വ്യക്തികൾക്ക് നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. അതായത് പ്രധാന ഒരു ലക്ഷണമാണ് നമുക്ക് പതുക്കെ നടക്കാൻ പറ്റും, വളരെ സ്ലോ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണമില്ലാതെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് സ്ലോ ഡൗൺ ആവും, വളരെ സ്ലോ ആയിട്ട് മാറും, പതുക്കെ എല്ലാം ചെയ്തു തുടങ്ങുള്ളൂ. ഇതും പാർക്കിൻസോണിസത്തിൻ്റെ ലക്ഷണമാണ്. മൂന്നാമത് പേശികളുടെ ഒരു ദാർഢ്യം അല്ലെങ്കിൽ റിജിഡിറ്റി, അല്ല കട്ടിയാവും. പേശികൾ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള തോന്നൽ, ഇത് മൂന്നാമത്തെ സിംറ്റമാണ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു അസന്തുലിതാവസ്ഥ, അതായത് പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയും. നമുക്ക് നിൽക്കുന്ന സമയത്ത് വീഴും, അതായത് ശരീരത്തിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം എഴുന്നേൽക്കുമ്പം വീഴാനായിട്ട് തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലക്ഷണമാണ്. ഈ 4 2 ഉണ്ടെങ്കിൽ ഇത് പാർക്കിൻസോണിസം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചലന സംബന്ധമായ മറ്റ് ലക്ഷണങ്ങളും നമുക്ക് രോഗിക്ക് ഉണ്ടാവും. അതായത് മുന്നോട്ട് ആഞ്ഞ് കുനിഞ്ഞടിക്ക് നടക്കുന്നത്, ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ. പിന്നെ കൈകൾ വീശാതെയുള്ള നടത്തമായിരിക്കും, വളരെ ഒരു സ്റ്റിഫായിരിക്കും.
ഭാവഭേദങ്ങളില്ലാത്ത മുഖമായിരിക്കും അദ്ദേഹത്തിനുണ്ടാകുന്നത്. പിന്നെ ഇമ വെട്ടാതിരിക്കുക, കണ്ണിങ്ങനെ അടയാതിരിക്കുക, പിന്നെ പതിഞ്ഞ ശബ്ദമായിരിക്കും, വളരെ ശബ്ദം വളരെ കുറവായിരിക്കും, പിന്നെ കൈയക്ഷരം വളരെ മോശമായിരിക്കും. അപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ അതാണോ എന്ന് ചോദിക്കും, അതല്ല കേട്ടോ. ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണാം. വിഷാദം കാണാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രവൃത്തി ചെയ്യാനുള്ള താല്പര്യക്കുറവ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യക്കുറവ്, മറവി ഉണ്ടാവാറുണ്ട്, പിന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, എപ്പോഴും ടെൻഷനായിരിക്കും. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണും. പിന്നെ ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും, ഉറങ്ങാൻ പറ്റില്ല. അതായത് പ്രധാനമായിട്ടും രാത്രിയിൽ നമ്മൾ ഉറക്കക്കുറവുണ്ടായിട്ട് പകല് ഉറക്ക കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് എഴുന്നേക്കും, ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യും. മൂത്രം പിടിച്ചു വയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, മലബന്ധം ഉണ്ടാവുക, പിന്നെ മണവും രുചിയും അറിയാത്തുള്ളൊരവസ്ഥ, ഇതെല്ലാം കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഉമിനീരൊക്കെ ഒലിച്ചു വരിക, പിന്നെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുക, ഇതെല്ലാം രോഗികൾ സ്ഥിരമായിട്ട് പറയുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ സിംറ്റംസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ രോഗനിർണയത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ രോഗം പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രോഗിക്കോ അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കോ ഒരു ഡോക്ടറിനോ കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 4 ലക്ഷണത്തിൽ 2 എണ്ണമെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ 2 എണ്ണം ഉണ്ടെങ്കിൽ അത് പാർക്കിൻസോൺസോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട അവസ്ഥയൊന്നുമില്ല. ഇപ്പോൾ വിശ്രമാവസ്ഥയിൽ വിറയലുണ്ടാവുന്നു, അല്ലെങ്കിൽ ശരീരചലനങ്ങളിൽ വേഗത കുറവുണ്ടാവുന്നു, പേശി പിടുത്തം ഉണ്ടാവുന്നു, പിന്നെ അതുപോലെ നമ്മൾക്ക് സന്തുലിതാവസ്ഥ അഫക്റ്റ് ചെയ്യുന്ന ഈ 4 സിംറ്റമാണ് ഏറ്റവും കോമൺ സിംറ്റം, ഏറ്റവും ക്ലാസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ 4 എണ്ണത്തിൽ 2 എണ്ണമെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ 2 കൂടുതലുണ്ടെങ്കിൽ അത് പാർക്കിൻസോൺസോ ആണ്. ഇനി ചില ഡോക്ടർമാർ വേറെ എന്തെങ്കിലും കാരണമാണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും, MR എടുത്ത് നോക്കും. ബ്രെയിനിൻ്റെ MR എടുത്ത് നോക്കിയാൽ നമുക്ക് വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യും. പിന്നെ അതുപോലെ ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും, വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ചെയ്ത് നോക്കും. കാരണം നമ്മൾ സാധാരണ രീതിയിലും കാട്ടും കൂടുതൽ സിംറ്റംസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കുന്നത്. അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളുടെ പോലും ആവശ്യമില്ല. അപ്പം MRI ഒക്കെ മിക്ക ആളുകൾക്കും എടുക്കാറില്ലെന്ന് പറയാം. പിന്നെ ഡോപ്പമിൻ ട്രാൻസ്പോർട്ടർ സ്കാൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ് സ്കാൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതും പാർക്കിൻസൺസ് രോഗത്തിന് ചില ഡോക്ടർമാർ എടുക്കാറുണ്ട്, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ, അല്ലാതെ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ടെസ്റ്റ് അല്ല അത്. ഇനി ഇതിൻ്റെ ചികിത്സ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇവിടെ പ്രോബ്ലം. ഇവിടെ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ചികിത്സിക്കാം, അല്ലെങ്കിൽ ശസ്ത്രക്രിയ കൊണ്ടും ട്രീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഡോപ്പമിൻ്റെ കുറവാണ് അല്ലേ. അപ്പം ഡോപ്പമിൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. അതിനോടൊപ്പം വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിൻ്റെ കൺട്രോൾ, വളരെ സ്ട്രെസ്സ് കുറക്കണം. ഈ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മരുന്നുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതായിട്ട് വരും. ഇടയ്ക്ക് നിർത്താൻ പറ്റില്ല, കാരണം ഡോപ്പമിൻ ബ്രെയിനിലില്ല. അപ്പം മരുന്നുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസോണിസം ഈ ഡോപ്പമിൻ ഹോർമോണിൻ കുറവായതുകൊണ്ട് നമ്മൾ പ്രധാന മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീവോഡോപ്പ എന്നുള്ളൊരു മരുന്നാണ്. ഇപ്പോൾ ഡോപ്പമിൻ അടങ്ങിയിട്ടുള്ള കണ്ടൻ്റുള്ള മരുന്നാണ് കഴിക്കുന്നത്. ഇപ്പോൾ ലീവോഡോപ്പ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും പല നേരം കഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഡോപ്പമിനെ പോലെ പ്രവർത്തിക്കുന്ന മരുന്നായതുകൊണ്ടാണ് ഈ ഒരു മരുന്നിനെ കൂടുതലും ആശ്രയിക്കുന്നത്. ഈ രോഗത്തിൻ്റെ ഒരു ചികിത്സയിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് ലീവോഡോപ്പ. ഇപ്പോൾ പാർക്കിൻസോൺസ് ഉണ്ടെങ്കിൽ ലീവോഡോപ്പ ആണ് സാധാരണ ഗതിയിൽ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മരുന്ന് തലച്ചോറിൽ പ്രവേശിച്ച് ഡോപ്പമിനായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗിക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ട് മാറുകയും ഇത് കൂടുതൽ പ്രോഗ്രസ് ആകില്ല, കൂടുതൽ ബാഡ് ആകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ രോഗലക്ഷണങ്ങൾ കുറയാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ് ലീവോഡോപ്പ. നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കാം. പിന്നെ ഡോപ്പമിൻ അഗോണിസ്റ്റുകളുണ്ട്, അമാൻഡഡിൻ എന്നുള്ള മരുന്നുണ്ട്, COMT ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, MAO-B ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ആൻറ്റികോളിനർജിക് ഉണ്ട്. ഇതൊക്കെ രോഗികളുടെ സിംറ്റംസ് നോക്കിയിട്ടാണ് ഡോക്ടർ നൽകാറുണ്ട്. പിന്നെ ശസ്ത്രക്രിയ ചികിത്സ ഇപ്പം വളരെ സക്സസ്ഫുൾ ആണ്. ഇതിന് നമ്മൾ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ലക്ഷണം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ്, നമുക്ക് ഒരു രീതിയിലും രോഗിയുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. രോഗിയുടെ തലച്ചോറിൽ ഈ സബ്തലാമിക് ന്യൂക്ലിയസ് എന്നുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ 2 ഇലക്ട്രോഡ് ഇറക്കിയിട്ടതിന് ശേഷം അതിലൊരു ബാറ്ററി വെച്ച് വൈദ്യുതി മുഖാന്തരം ഉത്തേജിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. വളരെ സക്സസ്ഫുൾ ആണ്, പക്ഷേ എല്ലാ ആളുകളിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചികിത്സ വളരെ ചിലവേറിയതാണ്. അതുപോലെ എല്ലാവർക്കും പറ്റാത്തതുകൊണ്ട് രോഗികളെ ആദ്യം സെലക്ട് ചെയ്ത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള രോഗികളെ മാത്രമേ സെലക്ട് ചെയ്യൂ. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു ന്യൂറോസിനെ കണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കൺഫേം ചെയ്യണം. ഈ അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ?
മൾട്ടി ഫാക്ടോറിയൽ കോസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ജനറ്റിക് ആണ് ഏറ്റവും കോമൺ. അത് കൂടാതെ പ്രായം കൂടുമ്പോൾ വരാം, എൻവയോൺമെന്റൽ ഫാക്ടർ, ഈ പറഞ്ഞ പോലെ സർട്ടൺ കെമിക്കൽസ്, ഇപ്പോൾ പറഞ്ഞേക്കുന്ന പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ് ഒക്കെ ഉണ്ടാവും. ഇത് കൂടാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും 100% പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ റെഗുലറായിട്ട് മെന്റൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളിൽ പാർക്കിൻസോണിസം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മാത്സ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേയിരിക്കുക, എല്ലാ ദിവസവും റെഗുലറായിട്ട് കാൽക്കുലേറ്റർ ഇല്ലാതെ ബ്രെയിനെ കൊണ്ട് നമ്മൾ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷൻ കുറച്ചുകൂടെ ഷാർപ്പാവും. ബ്രെയിൻ ഗെയിംസ് നല്ലതാണ്. പസിൽസ് എല്ലാം കളിപ്പിക്കുക, ക്രോസ് വേർഡ്സ് കളിപ്പിക്കുക, സുഡോക്കോ അല്ലെങ്കിൽ ചില സ്ട്രാറ്റജിക് ഗെയിംസ് ഒക്കെ ഉണ്ട്, ചെസ്സ് അതുപോലുള്ള ഗെയിംസ്. പിന്നെ പുതിയ പുതിയ സ്കില്ലുകൾ പഠിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പം ചിലപ്പം ഒരു പിയാനോ വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ താല്പര്യമുണ്ട്, പെയിൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു പുതിയ ഒരു ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക. അത് വളരെ നല്ലതാണ് ബ്രെയിനിന് ആക്റ്റീവ് ആവാൻ. പിന്നെ ഫിസിക്കലി ആക്റ്റീവ് ആണ്. ഫിസിക്കലി ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർ എക്സസൈസ് ചെയ്യണം. അത് ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 20 മുതൽ 30 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യുക. അത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും കൂടുതൽ ഡോപ്പമിൻ സെക്രീഷൻ ബ്രെയിനിൽ ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. മൂന്നാമത്തെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കണം. നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ആഹാരം കഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ നട്ട്സ്, ഫിഷ് പോലുള്ള സാധനങ്ങൾ കഴിക്കാം. നട്ട്സും ഫിഷും അത്യാവശ്യം ഒരു മോഡറേറ്റ് എമൗണ്ട് കഴിക്കുക. നമ്മൾ അതിന് പകരം പഞ്ചസാര ഒഴിവാക്കുക, പ്രോസസ്ഡ് സ്നാക്ക്, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. പിന്നെ ആൻറ്റി ഓക്സിഡൻസിന് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് ബെറീസിലും ചീരയിലും ഒക്കെ ധാരാളം ഉണ്ട്, അത് കഴിച്ചാൽ മതിയാവും. അതും നമ്മുടെ ന്യൂറോൺസിന് വളരെ നല്ലതാണ്. ഞാൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് പറഞ്ഞു. അതാണ് മീനിലും വാൽനട്ടിലും ഫ്ലാക്സ് സീഡിലും ഒക്കെ ഉള്ളത്. അത് കഴിക്കുന്നത് ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. പിന്നെ എപ്പോഴും സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യണം. സ്ട്രെസ്സ് നമ്മുടെ ബ്രെയിനിനെ ക്രോണിക് ഇൻഫ്ലമേഷനിലോട്ട് പോകും. അതുപോലെ ന്യൂറോൺസ് പതുക്കെ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി മെഡിറ്റേഷൻസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഹോബീസിൽ കൂടുതൽ ഇൻവോൾവ് ആവുക, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ റിലാക്സ് ആകാനും കൂടുതൽ ഹാപ്പി ആകാനും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പാർക്കിൻസോണിസം വരുമെന്ന് കരുതി ഈ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷനോ അല്ലെങ്കിൽ തെറാപ്പിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ വരാതെ നോക്കാനായിട്ട് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാം. ഇനി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.